യഥാർത്ഥത്തിൽ അദാനിയല്ല കള്ളൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കള്ളൻ. ഈ വിഴിഞ്ഞത്തെ കള്ളൻ അദാനിയുടെ കപ്പലിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം വി ഡി സതീശനെ പറ്റി. കാരണം ഈ പുറത്തുവരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് അദാനി ഒളിച്ചു വെച്ചിട്ടുള്ളതല്ല. ഇപ്പോൾ ഈ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ തന്നെ പറയുന്നുണ്ട്, ഈ മേഖലയെ കുറിച്ച് പഠിക്കുകയും അവിടുത്തെ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ തന്നെ പറയുന്നു. നമ്മുടെ ചർച്ചയിലടക്കം പങ്കെടുത്തുകൊണ്ട് പറയുകയായിരുന്നു, ജൂൺ 1 മുതൽ ഇതിന്റെ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്, ഇത് പരസ്യമാണ് എന്ന്. ആ വാദം ഉന്നയിക്കുന്നവർ പക്ഷെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് പ്രതിപക്ഷ നേതാവിനെയാണ്. അദ്ദേഹം അറിയാൻ വൈകിയോ എന്ന്. അദ്ദേഹം അറിയാൻ വൈകിയെങ്കിലും അറിഞ്ഞതിൽ ഇനിയിപ്പോൾ അപ്പോൾ തന്നെ അതിന്റെ പതിരില്ലാതെ കേരളത്തെ വിളിച്ചറിയിക്കുകയുണ്ടായി അദ്ദേഹം. അപ്പോൾ ചില കാര്യങ്ങൾ ഒരല്പം വൈകി എന്നതുകൊണ്ട് അതിന്റെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല. ചില ഘട്ടങ്ങളിൽ അതിന്റെ പ്രസക്തി കൂടുകയായിരിക്കും ചില വൈകലിലൂടെ. അതാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ വെളിപ്പെടുത്തലിലൂടെ കേരളം കണ്ടിരിക്കുന്നത്. കാരണം ജൂൺ 29-ാം തീയതി സെബിക്ക് നൽകിയ അപേക്ഷയിൽ ഇങ്ങനെ കരാറായിരിക്കുന്നു അദാനിയും MSCയും തമ്മിൽ. ആ കമ്പനികളുടെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇന്ന് പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത്. ഇരുട്ടി വെളുക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ വാർത്താ സമ്മേളനം നടത്തുന്നത്. പിണറായി വിജയൻ പൊതുവിൽ നുണ പറയാറില്ല. പിണറായി വിജയൻ ഇന്നലെ നിയമസഭയിൽ പറയുകയുണ്ടായി ഇതിലെ ആശങ്ക. മുഖ്യമന്ത്രി അത് വിശദീകരിച്ചു. മാന്യമായി പ്രതിപക്ഷം എടുത്ത നിലപാടെന്ന് പറയുന്നത് അതിലൊരു വ്യക്തത വന്നു എന്നായിരുന്നു. പക്ഷെ പുതിയ വിവരങ്ങൾ പുറത്തു വരികയാണ്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ അദ്ദേഹം ചെയ്ത ഉത്തരവാദിത്തം കേരള സമൂഹത്തെ അത് വിളിച്ചറിയിക്കുകയാണ്. അതിനൊപ്പമാണ് അദ്ദേഹം പറഞ്ഞത്, ഇന്നലെ നടന്ന കാര്യങ്ങളെക്കാൾ വ്യത്യസ്തമാണ് പുതിയ സാഹചര്യം. അതുകൊണ്ട് പോർട്ട് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇതെല്ലാം അറിയുന്നയാളാണ്. അദ്ദേഹവും മുൻ മുഖ്യമന്ത്രിയാണല്ലോ. അപ്പോൾ ഇതെല്ലാം അറിയുന്നയാളാണ്. ആ കാര്യങ്ങൾ ഇനിയും മനസ്സിൽ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ നാടിനറിയേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ സംശയനിഴലിൽ നിർത്തുന്നതാരെയാണ്? ഒരു സംശയവും വേണ്ട, മുഖ്യമന്ത്രി വി ഡി സതീശനെ തന്നെയാണ്. ഇവിടെ നഗ്നമായ നിയമലംഘനങ്ങളുടെ ഒരു പരമ്പരയാണ് ഉണ്ടായിരിക്കുന്നത്. അദാനി ഈ കരാർ ലംഘിച്ചിരിക്കുന്നു. മുൻകൂർ അനുമതി സർക്കാരിൻ്റെത് വേണം എന്ന് പറയുന്ന വ്യവസ്ഥ അദാനി ലംഘിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വിദേശ നിക്ഷേപം കൊണ്ടുവരുന്നതിന് വേണ്ട ഒരു മുന്നുപാധികളും ഈ അദാനി കമ്പനി ഇതുവരെ അനുസരിച്ചിട്ടില്ല. അവർ ഏകപക്ഷീയമായി നീങ്ങിയിരിക്കുന്നു. ഇവിടെ കേരളത്തിന്റെ തന്നെയാണ് ഈ ആത്യന്തികമായി വിഴിഞ്ഞം തുറമുഖം എന്നത്. അതിലെ പാർട്ണറാണ് അദാനി. അതിലെ ചെറിയ നിക്ഷേപമുള്ള ഘടകവും കൂടെയാണ് അദാനി. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപവും ഏറ്റവും കൂടുതൽ ഓഹരിയും ഉള്ളത് സർക്കാരിനാണ്. അപ്പോൾ വിഴിഞ്ഞത്ത് ഉയർന്നു നിൽക്കേണ്ടത് പൊതു താല്പര്യമാണ്. അതിന് കേരളം കാവലാളായി വെച്ചിരിക്കുന്നയാളുടെ പേര് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നാണ്. അതല്ലാതെ അദാനിയുടെ ശിങ്കിടി മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി ആയിരിക്കേണ്ടയാളല്ല വി ഡി സതീശൻ. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഈ വിസ്മയകുമാരൻ ഇപ്പോൾ ഈ പറയുന്ന അദാനിയുടെ ശിങ്കിടി മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്.